പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ പോകുന്നത് മഹാനായ ഗുർജീഫിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ 7ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് മരിക്കാൻ പോവുകയാണ്, മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒടുവിൽ അവസാനമായി ഗുർജീഫിനെ വിളിച്ച് പറഞ്ഞു, മോനെ, ഈ ലോകം വിചിത്രമായ ലോകമാണ്. കാരണം നമ്മൾ കാണുന്ന എല്ലാവരും നല്ലവരാണ്, പക്ഷേ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് സൊസൈറ്റിയിൽ നിന്നുണ്ടാകും. അനാവശ്യമായി നമ്മളെ തെറി പറയും, പറ്റിക്കും, നമ്മളെ ഇൻസൾട്ട് ചെയ്യും, നമ്മളെ ഭീഷണിപ്പെടുത്തും. അത് സ്കൂളിലായാലും ശരി, സമൂഹത്തിലായാലും ശരി, എവിടെയായാലും ശരി, തൊഴിൽ മേഖലയിലായാലും ശരി, എല്ലാ സ്ഥലത്തും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നീ എന്ത് വേണം? ഒരു പ്രശ്നം, ഇപ്പം നിന്നെ ആരെങ്കിലും അപമാനിച്ചാൽ നീ ഉടനെ പ്രതികരിക്കരുത്. 24 hours വെയിറ്റ് ചെയ്യണം. 24 മണിക്കൂറിന് ശേഷം മാത്രമേ നീ ആ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ പാടുള്ളൂ. ഇതൊരു സൈക്കോളജിയിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം വികാരപരമായി പ്രതികരിക്കുമ്പോൾ എല്ലാം തെറ്റിപ്പോകും. അപ്പോൾ 24 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വിവേകം ഉദയം ചെയ്യും. അപ്പോൾ നമ്മളോട് പറയും, മൈ മിസ്റ്റേക്ക്, എൻ്റെ മിസ്റ്റേക്കാണെങ്കിൽ നമുക്ക് സോറി പറയാം. ഒരു മിസ്റ്റേക്കും ഇല്ലാതെ വെറുതെ ചുമ്മയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ട് കാര്യവുമില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെ പ്രതികരിക്കാം, നമുക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യം പറയാം, സാർ പറഞ്ഞത് ശരിയല്ല, സാർ തെറ്റായ കാര്യമാണ് പറഞ്ഞത്, നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അതൊക്കെ 24 മണിക്കൂറിന് ശേഷം മാത്രമേ പാടുള്ളൂ. അദ്ദേഹത്തിൻ്റെ പിതാവ് ഗുർജീഫിനെ അവിടെ ഓർമ്മപ്പെടുത്തി. അതുപോലെയായിരുന്നു അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹം അങ്ങനെ ഗുരുവിനെ തേടി അറിയാൻ തുടങ്ങി. ഒരു നല്ലൊരു ബുദ്ധു, ഒരു സൂഫി ഗുരുവിനെ കുറിച്ച് അദ്ദേഹം പല സ്ഥലത്തും അല്ലെന്നു. അങ്ങനെ ഒടുവിൽ ധാരാളം പേരോട് അന്വേഷിച്ചു, എവിടെയാണ് ഒരു യഥാർത്ഥ സൂഫി ഗുരു ഉള്ളത്, എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് ഉപദേശം വാങ്ങിക്കണം, ധ്യാന രീതികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചെറുപ്പത്തിലുള്ള ആവുമ്പോൾ നമുക്കറിയാം, പല കൂട്ടരും അങ്ങനെയാണ്. അതെന്താണെന്ന് അറിയില്ല, അത് നാച്ചുറലിയാണ്. എല്ലാവർക്കും ഒരു സത്യാന്വേഷണത്തിന് ത്വരയുണ്ടായിരിക്കും. അത് ചില കൂട്ടർക്ക് വളരെ ചെറുപ്പത്തിലുണ്ടാകും, ചില കൂട്ടർക്ക് വളരെ പ്രായം വന്നതിന് ശേഷം ഉണ്ടാകും, ചില കൂട്ടർക്ക് എന്തെങ്കിലും ആകസ്മികമായ ദുരന്തങ്ങളിലും ദുരിതങ്ങളൊക്കെ വരണം. അപ്പോൾ ഈ ബോധോദയം ഉണ്ടാകും. ഏതെങ്കിലും ഒരു മാസ്റ്റർ കീഴിൽ പോകണം, സത്യത്തെ അറിയാനുള്ള സാധനപരമായ ഉപാസന, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയമാണ്. അപ്പോൾ പല രീതിയിലാണ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഈ നമ്മുടെ ഗുർജീഫ് അലഞ്ഞ് അങ്ങനെ ഏതോ ഒരു സ്ഥലത്തെത്തി, ഒരു പട്ടണത്തിലെത്തി. അങ്ങനെ അവിടെ ധാരാളം ദിവസം അലഞ്ഞു. അങ്ങനെ അദ്ദേഹം പല സ്ഥലങ്ങളിലും ആരോട് ചോദിച്ചു. അപ്പോൾ അങ്ങനെ വൃദ്ധനായ ഒരു മുസ്ലിം, വയോവൃദ്ധനായ ഒരു മുസ്ലിം സഹോദരനെ കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്കൊരു സൂഫി മിസ്റ്റേക്കിനെ കാണണം, എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞാൽ കാണാൻ പറ്റില്ല. സൂഫി മിസ്റ്റേക്കുകളൊക്കെ സ്വാഭാവികമായി ജീവിക്കുക, അവരാർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അവർ വളരെ ലളിതമാണ്, സ്വാഭാവികമാണ്. സമർപ്പണ ഭാവത്തിൽ ആർക്കും ഒരു പ്രത്യേകത പിടികിട്ടാൻ പറ്റില്ല. അവർ ചലിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവരെ തിരിച്ചറിയാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നീ എന്ത് വേണം? ഒരു പള്ളിയിൽ പോയി കുറച്ച് നിസ്കരിക്കുക, കുറച്ച് ദിവസം അവിടെ അവിടെ തന്നെ ഇരുന്നുകൊണ്ട് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള ഗുരുക്കന്മാർ നിന്നെ കാണും. ഈ കുട്ടി എന്താണ് ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിന്നെ മനസ്സിലാക്കും, നീ സത്യാന്വേഷിയാണെന്ന് മനസ്സിലാക്കും. അങ്ങനെ നിനക്ക് അവരെ തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ഒരു പള്ളിയിൽ പോയി അദ്ദേഹം നിസ്കരിക്കാൻ തുടങ്ങി. ധാരാളം പ്രാവശ്യം നിസ്കരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു വയോവൃദ്ധനായ ഒരാൾ അദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹത്തിന് തോന്നി, ഇദ്ദേഹം ഒരു തീവ്രമായ വൈരാഗ്യം, സത്യത്തെ അറിയാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ പ്രയാണം എന്ന് ചോദിച്ചു. എന്താണ് ഇതിൻ്റെ കാര്യം എന്ന് ചോദിച്ചു. എല്ലാവരും നിസ്കരിച്ചങ്ങ് പോകും, പക്ഷെ അദ്ദേഹം എവിടെയും പോയില്ല, അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്കൊരു സൂഫി ഗുരുവിനെ കാണണം, അതിനാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ പള്ളിയിൽ വന്ന് നിസ്കരിച്ചാൽ അവരെ കണ്ടെത്താം, അവർ തിരിച്ചറിയും, അങ്ങനെ കാര്യം മനസ്സിലാക്കാം. അങ്ങനെ ഈ വൃദ്ധൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരാൾ ഇതിൻ്റെ അടുത്തുണ്ട്, ഞാൻ ഇന്ന് രാത്രി 12 മണിക്ക്, ഇത് മഹാനായ ഓഷോ പറഞ്ഞ കഥയാണ് കേട്ടോ, അദ്ദേഹത്തിനെ കൂട്ടി വരാം, നീ പള്ളിയുടെ പുറത്ത് നിന്നാൽ മതി. അങ്ങനെ 12 മണിക്ക് അദ്ദേഹം ഈ സൂഫി ഗുരുവിനെയും കൂട്ടി അവിടെ വന്നു. അപ്പോൾ കാണുമ്പോൾ ഇദ്ദേഹം ഒരു ഹോട്ടൽ ബിസിനസ് നടത്തുന്നു. ആ ഹോട്ടലിൽ ധാരാളം സമയം ഇദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, കാശ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തോട് അന്വേഷിച്ചിട്ടുണ്ട്, ഒരു സൂഫി ഗുരുവിനെ കാണാൻ പറ്റുമെന്ന്. അദ്ദേഹം പറഞ്ഞു, അത് പ്രയാസമാണ്, തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന്. ആ മനുഷ്യനാണ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇദ്ദേഹം ഇത്രയും കഷ്ടപ്പെടുകയല്ലേ, സത്യത്തെ അറിയാൻ വേണ്ടി ആത്മാർത്ഥമായി ദാഹിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഹോട്ടലിൽ കുറച്ചു കാലം ഇദ്ദേഹം
ഈ നമ്മൾ പ്ലേറ്റുകൾ കഴുകുകയും അങ്ങനെ വൃത്തിയാക്കി വെക്കുകയും ചെയ്യുന്ന ജോലി ചെയ്യട്ടെ. നമ്മൾ ഭക്ഷണം കഴിച്ച പ്ലേറ്റുകളൊക്കെ അറിയാലോ. സ്വാഭാവികമായും സുഹൃത്തുക്കളെ, നമ്മൾ പലപ്പോഴും ഈ താണ ജോലിയൊക്കെ ചെയ്യുന്നവരൊക്കെ വളരെ നിസ്സാരന്മാരാന്ന് തോന്നുന്ന ചില ആൾക്കാരുണ്ടാവും. കാരണം ഞാനൊക്കെ കടന്നു വന്ന വഴി അതാണ്. ധാരാളം ഇതെല്ലാം അറിയാം. ആ ഇൻസൾട്ടിങ് ഭാവം, ഗതികേട് കൊണ്ടാണ് ആ അവസ്ഥയിൽ ഇതൊക്കെ ചെയ്യേണ്ടി വരും. ഈ മേശ തുടക്കലും പ്ലേറ്റ് കഴുകലും ഒക്കെ അവർക്ക് വേറെ വഴിയില്ല. അപ്പോൾ തൽക്കാലം ചെയ്യാം. അവരോടൊക്കെ നമ്മൾ വളരെ വിനയാന്വിതമായി പെരുമാറേണ്ടതുണ്ട്. അത് നമ്മൾ കാരുണ്യമാണ്. നമ്മൾ മനുഷ്യ സഹോദരങ്ങളാണ്. അവർക്കും നമ്മളെപ്പോലെ വളരുവാനും ഉയരുവാനുള്ള സാഹചര്യം ഉണ്ട്. ആരെങ്കിലും പോകും. പക്ഷെ എന്തോ ഒരു നിർഭാഗ്യകരമാണ് അവരാ ജോലി ചെയ്യാം. അപ്പോൾ അങ്ങനെ അവരെ കാണുമ്പോഴൊക്കെ നമ്മൾ അല്പം കാരുണ്യത്തോടുകൂടെ നോക്കുക, റെസ്പെക്റ്റ് ചെയ്യുക. അത്രയും ഞാൻ പറയുന്നത്. അങ്ങനെ ഈ ഗുർജീഫ് ആ ഹോട്ടലിൽ 2 വർഷത്തോളം പ്ലേറ്റുകൾ കഴുകുന്ന ജോലി, മേശ തുടക്കുന്നു, പ്ലേറ്റുകൾ കഴുകുന്നു. അങ്ങനെ അദ്ദേഹം പാകമായപ്പോൾ ഈ ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സൂഫി ഗുരു മിസ്റ്റിക് അദ്ദേഹത്തെ വിളിച്ചു. ആദ്യമായി ഇതിൻ്റെ സീക്രട്ട്. അങ്ങനെയാണ് ഗുർജീഫ് എന്ന മഹാൻ, അദ്ദേഹത്തിൻ്റെ ഈ എല്ലാം ലോകത്തിൽ വേൾഡിൽ അറിയപ്പെടുന്നൊരു ഗുരുവാണ് ഗുർജീഫ്. നൃത്തത്തിലൂടെ ധാരാളം ക്രിയകളുണ്ട്. സൂഫി മിസ്റ്റിക് റോസ്, അതുപോലെ വേളിങ്, ധാരാളം മെത്തേഡ്സ് അദ്ദേഹം ലോകത്തിന് ആ കാലഘട്ടത്തിൽ ധാരാളം പേരെ അദ്ദേഹം ബോധോദയത്തിലേക്ക്, എൻലൈറ്റ്മെൻറ്റിലേക്ക് നയിച്ചിട്ടുണ്ട് പല രീതിയിലൂടെ. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഗുരുവിനെ തേടിയുള്ള യാത്ര നമുക്ക് ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പല വേഷത്തിലും പല രൂപത്തിലും പല ഭാവത്തിലും പല സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ പാകമാകുമ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മളെ തിരിച്ചറിയും. ഇപ്പോൾ എനിക്കൊക്കെ അങ്ങനെ യാത്രയിൽ പല ഗുരുക്കന്മാരെയും കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എനിക്ക് ചില ഉപദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഈഗോ അല്ല, അത്രയും നിഷ്കളങ്കമായ രീതിയിൽ യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ. ധാരാളം സ്ഥലങ്ങളിൽ ധാരാളം ആൾക്കാരുടെ പല വർക്കും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഏതൊരു ഗുരുക്കന്മാർ നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ മഹാനായ ഓഷോയിൽ എത്തിച്ചേർന്നതും. അങ്ങനെ ധാരാളം സെൻ മെത്തേഡ് പഠിക്കാനും ഓഷോൻ്റെ ടെക്നിക്സ് പഠിക്കാനും ധാരാളം ഈ വഴിയിലുള്ള യാത്ര എങ്ങനെ സുഗമമാക്കാം എന്നുള്ള എൻ്റെ ചെറിയൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ടാണ്. കാരണം അതിനുവേണ്ടി നമ്മൾ കുടുംബത്തെ ഉപേക്ഷിച്ച് എവിടെയും പോയില്ല, കാട്ടിൽ പോയില്ല, ഗുഹയിൽ പോയില്ല. എല്ലാം ഈ യാത്രയിൽ എല്ലാം മാനേജ് ചെയ്തുകൊണ്ട് ധാരാളം കഷ്ടപ്പാടും വേദനകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ചാരിതാർത്ഥ്യമുണ്ട്. കാരണം ഇന്ന് ഞാൻ ഈ മെഡിറ്റേഷൻ ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ഇതെൻ്റെ ഹൃദയത്തിൻ്റെ അനുഭവങ്ങൾ, അല്ലാണ്ട് അക്കാഡമിക്കൽ ബുക്ക് വായിച്ചിട്ട് പരീക്ഷ എഴുതി പാസ്സായി പഠിപ്പിക്കുന്നത് എൻ്റെ ഹൃദയത്തു കൊണ്ടുള്ള ടീച്ചിങ്ങാണ്. അത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ധാരാളം സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് പല കാര്യങ്ങളും. അത് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഏതായാലും ഈ കഥ നമ്മൾ നിങ്ങളുമായി പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ മഹാനായ ഗുർജീഫിനെ സ്മരിച്ചുകൊണ്ട്, ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മഹാനായിരുന്നു അറിയപ്പെട്ട, അങ്ങനെ അദ്ദേഹത്തിനെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ കഥ, ഓഷോ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.